ഇക്കാര്യത്തിൽ ത്വരിതഗതിയിലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നും അത് കൃത്യമായി നിരീക്ഷിക്കുമെന്നും ഉള്ള ഉറപ്പാണ് ബാലാവകാശ കമ്മീഷൻ നൽകുന്നത്. ഇപ്പോൾ കോലഞ്ചേരി ആശുപത്രിക്ക് മുന്നിൽ നിന്ന് അഭിലാഷ് ഗോപിനാഥ് കൂടി ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്ന സൂചനകളാണ് ഡോക്ടർമാർ നൽകുന്നത്? അല്പസമയം മുമ്പ് ഡോക്ടർമാർ നമ്മോട് സംസാരിച്ചു. വളരെ ഗുരുതരമായ അവസ്ഥയിൽ കുട്ടിയുടെ നില തുടരുകയാണ്. ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒപ്പം പ്രതികരിക്കുന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയെ വിധേയനാക്കി. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. അല്പസമയം മുമ്പ് കുട്ടിക്ക് ഒരു സ്കാനിംഗ് കൂടി നടത്തി. അതിൽ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കുട്ടി നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. കുട്ടിയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. അതിലൂടെ തലച്ചോർ പുറത്തു വന്ന അവസ്ഥയിലാണ് ഇന്നലെ കുട്ടിയെ എത്തിച്ചത്. ആ തലച്ചോർ പൊട്ടിയ സ്ഥലത്തിന് സമീപത്തായി വലിയ തോതിൽ രക്തസ്രാവമുണ്ട്. ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ രക്തസ്രാവം ഇന്നുണ്ട് താനും. അത് കുട്ടിയുടെ നില കൂടുതൽ ആശങ്കാജനകമായി തുടരാൻ ഇടയാക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. അടുത്ത 48 മണിക്കൂർ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതുവരെ കുട്ടിയെ നിരീക്ഷണത്തിൽ തുടരാനാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത ആക്രമണത്തിനാണ് കുട്ടിയെ വിധേയനാക്കിയിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. അതായത് കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലുണ്ട്. വലിയ തോതിലുള്ള ശക്തിയേറിയ ഇടിയോ മറ്റോ കിട്ടാതെ ഇത്തരത്തിൽ തലയോട്ടി പൊട്ടില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. ശരീരത്തിൽ ആസമകലം പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് കുട്ടിയുടെ ശ്വാസകോശത്തിനും മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. ശരീരം ആസകലം പരിക്കേറ്റതും തലച്ചോറിലുണ്ടായ തലക്കേറ്റ ഈ ഗുരുതരമായ പരിക്കും കാരണം അടുത്ത 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിവരം. അഭിലാഷ്, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുട്ടികൾ തുടർച്ചയായ മർദ്ദനത്തിന് ഇരയായിരുന്നിട്ടുണ്ട്. ഈ കുട്ടിയോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഇളയ കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിൽ പോലും മുറിവുകളും പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലും അവരോടൊപ്പം ഉണ്ടായിരുന്നവർ ഡോക്ടർമാരെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. തുടർച്ചയായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും അവസാനം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിന് വീണ്ടും ഇരയാവുകയും ചെയ്തൊരു സാഹചര്യം ഈ കുട്ടിയോടൊപ്പമുള്ള മാതാവ് ഇപ്പോൾ നൽകുന്ന, അതായത് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സോഫയിൽ നിന്ന് താഴെ പോയതിനു ശേഷമുണ്ടായ പരിക്കാണെന്നാണ്. ഇപ്പോഴെന്താണ് ഈ സ്ത്രീ സ്വീകരിക്കുന്ന നിലപാട്? ഈ കുട്ടി ഇളയ കുട്ടി സോഫയിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് ഈ രണ്ടാം അച്ഛൻ ദേഷ്യപ്പെടുകയും കുട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുകയുമായിരുന്നു. കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിയതിനെ തുടർന്നാണ് തലയ്ക്ക് പിറകുവശം വലിയ ആഴത്തിലുള്ള മുറിവുണ്ടായത്. ഈ ചെറിയ കുട്ടിയെയും ആക്രമിച്ചു. ആക്രമണം തടയാൻ ശ്രമിച്ച അമ്മയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഞാൻ കുട്ടിയുടെ അമ്മയെ കണ്ടിരുന്നു. അമ്മയുടെ കണ്ണിന് താഴെ വലിയ തോതിലുള്ള നീർക്കെട്ട് ഉണ്ട്. അതിന്റെ അർത്ഥം മാതാവിനും വലിയ തോതിലുള്ള ആക്രമണം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇളയ കുട്ടി ഇപ്പോൾ കുട്ടിയുടെ മുത്തശ്ശിക്കൊപ്പമാണുള്ളത്. ഇളയ കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ചൈൽഡ് വെൽഫെയർ അധികൃതർ അടക്കം ഉള്ളവർ ഇടപെട്ട് ഈ കുട്ടിയെ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് ശേഷം കുട്ടിയുടെ മുത്തശ്ശിക്കൊപ്പം അയക്കുകയായിരുന്നു. മൂത്ത കുട്ടി, അതായത് ഇപ്പോൾ ആശുപത്രിയിലുള്ള കുട്ടിക്ക് ആണ് വലിയ തോതിലുള്ള ആക്രമണമേറ്റത്. കുട്ടിയുടെ അമ്മ, കുട്ടിയുടെ അമ്മയും അകന്ന ഏതാനും ബന്ധുക്കളും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഡോക്ടർമാരോട് ആദ്യം മാതാവും ഈ രണ്ടാം അച്ഛനും പറഞ്ഞത് കുട്ടി സോഫയിൽ നിന്ന് താഴെ വീണാണ് മുറിവേറ്റത് എന്നാണ്. പക്ഷേ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള മുറിവല്ല ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഉള്ള ആക്രമണം ശരീരത്തിൽ ആകമാനമേറ്റിട്ടുണ്ട്. ഒപ്പം തലയോട്ടലിന് പൊട്ടലുണ്ട്. സോഫയിൽ നിന്ന് വീണാൽ ഇത്തരത്തിലുള്ള പരിക്ക് ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായത്. രണ്ടാനച്ഛൻ്റെ വലിയ തോതിലുള്ള ആക്രമണത്തെ തുടർന്നാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പരിക്കേറ്റത്. കുട്ടിക്ക് 8 വയസ്സാണുള്ളത്. ഈ കുട്ടിക്ക് വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയായി എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. ഇതേ തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം തൊടുപുഴ CI ഇവിടെ കോലഞ്ചേരിയുള്ള ആശുപത്രിയിലെത്തും. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും ഈ കുട്ടിയുടെ രണ്ടാനച്ഛനെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആദ്യം ഈ കുട്ടിയുടെ രണ്ടാനച്ഛനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ കുട്ടിയുടെ അമ്മ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ അല്പസമയത്തിന് ശേഷം പോലീസ് വരുമ്പോൾ ഇത്തരത്തിൽ രണ്ടാനച്ഛൻ തന്നെയാണ് ആക്രമിച്ചെന്നുള്ള വിവരം ഇവർ കൈമാറുമെന്നുള്ളതാണ് സൂചന. ഡോക്ടർ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അഭിലാഷ്, അവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെ വെന്റിലേറ്റർ സഹായത്തോടെ, യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ഒരു ആരോഗ്യാവസ്ഥയിലായിരുന്നു ഈ കുട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷമുള്ള ആരോഗ്യാവസ്ഥയെ ഡോക്ടർമാർ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്?
ഇന്നലെ എത്തിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല, ശ്വാസം എടുക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം കുട്ടിയെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇന്നലെ തന്നെ കുട്ടിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി വെന്റിലേറ്ററിലേക്ക് മാറ്റി. കുട്ടിയെ ഇന്ന് രാവിലെ സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോൾ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ രക്തസ്രാവം തലയിൽ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് എടുത്തു മാറ്റാൻ മാത്രമാണ് സാധിക്കുന്നത്. ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഭാഗത്തേക്ക് രക്തസ്രാവം പടർന്നിട്ടുണ്ട്. സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും മറ്റും ഡോക്ടർമാർ കൃത്യമായി കാണിച്ചു തരികയും ചെയ്തു. അതിൽ വളരെ വ്യക്തമായി കുട്ടിയുടെ തലയിലേറ്റ മുറിവ് ദൃശ്യമാണ്. അതിലൂടെ തലച്ചോർ പുറത്തു വന്ന സ്ഥിതിയിലായിരുന്നു ഇന്നലെ കുട്ടിയെ ഇവിടെ എത്തിച്ചത്. ഡോക്ടർമാർ പറയുന്നത് തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ കുട്ടിയെ തുടരുകയാണ്. അടുത്ത 48 മണിക്കൂറിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഡോക്ടർമാർ പറയുന്നു. ഒപ്പം കുട്ടിയുടെ തലക്കേറ്റ പരിക്കിനോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. വാരിയെല്ലിന് പൊട്ടലില്ലെങ്കിൽ കൂടി ശ്വാസകോശത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ മർദ്ദനമേറ്റതെന്നുള്ളത് ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. വെന്റിലേറ്റർ സഹായത്തോടു കൂടി അല്ലാതെ ജീവൻ നിലനിർത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം ശരീരത്തിലെമ്പാടും മുറിവേറ്റിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥയിലാണ് കുട്ടി ഇപ്പോഴും തുടരുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഒട്ടും ആശാവഹമായ റിപ്പോർട്ടുകളാൽ ആശുപത്രിയിൽ നിന്ന് എത്തുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര വെളിയത്ത് കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശില്പയുടെ മകനായ 4 വയസ്സുകാരൻ അഭിനാഷിനാണ് രണ്ടാനച്ചനിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. രാവിലെ വീട്ടിൽ മദ്യപിച്ചെത്തിയ രണ്ടാനച്ചൻ പ്രശാന്ത് പൂപ്പറിച്ചെന്ന കാരണം പറഞ്ഞാണ് കുട്ടിയെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ അഭിനാഷിന്റെ ചുണ്ടിലും മുതുകത്തും കാലുകളിലും പരിക്കേറ്റു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് കുട്ടിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിക്ക് നേരെ മുൻപും അക്രമമുണ്ടായിട്ടുള്ളതായി വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി. രണ്ടാനച്ചൻ നിരന്തരം മർദ്ദിക്കാറുള്ളതായി കുട്ടി പറഞ്ഞു. എന്ത് മക്കളെ കമ്പോച്ചടിച്ചോ ആണോ? എന്താ പറഞ്ഞ അടിച്ചേ? എന്ത് പറഞ്ഞ മക്കളെ അടിച്ചേ? നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടോ? സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രശാന്തിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അഭിനാഷിന്റെ അച്ഛൻ സുരേഷ് 1 വർഷമായി കുടുംബവുമായി വേർപെട്ട് കഴിയുകയാണ്. ഇതിനിടെയാണ് പ്രശാന്ത് ശില്പയെ വിവാഹം കഴിച്ചത്. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മീഡിയ 1 കൊല്ലം.